ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ 2000 രൂപയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ 2000 രൂപ റേഞ്ചിൽ ഒരു TWS വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് റിയൽമി T300 എന്ന് പറയുന്ന ഈ ഒരു TWS. പലപ്പോഴും 1700 മുതൽ 2300 രൂപ വരെ ഇതിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് വന്ന് നിൽക്കാറ്. ഞാനിത് വാങ്ങിയത് 2199 രൂപയ്ക്കാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടിപ്പിക്കൽ യെല്ലോ കളറിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഈ ഒരു TWS കിട്ടുന്നുണ്ട്. C ടൈപ്പ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ചെറിയൊരു കേബിൾ വരുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ഇയർ ടിപ്സും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഒരു കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ടിൻറ്റോട് കൂടിയിട്ട്, അങ്ങനെ ഒരു ഫുൾ ബ്ലാക്ക് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ എനിക്ക് ഇതിൽ കിട്ടുന്നില്ല. അതേ സെയിം ഫീൽ തന്നെയാണ് ഈ ഒരു TWSലോട്ട് വരുമ്പോഴും. കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലോസി കളർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ആ ഒരു പ്രീമിയം ലുക്ക് വന്നേനെ. ഇതിൻ്റെ ഈ ഒരു സ്റ്റമ്മിന് ഒത്തിരി നീളം കൂടുതലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, വളരെ സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ANC ശരിക്കും ചെവി ഒന്ന് അടഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആ ഒരു സൗണ്ട് ANC ഓണാണ്, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഊരിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇച്ചിരി ഓടിയാലും ഞാനിത് ഇട്ടിട്ടൊന്ന് ഓടി നോക്കിയായിരുന്നു, ഒന്ന് ഓടി നോക്കിയാലും അങ്ങനെ വീഴുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ധൈര്യമായിട്ട് ഈ സംഭവം ഇടാം. പിന്നെ വഴിക്ക് വീഴുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെമ്മിൻ്റെ അല്ല, ഈ ഒരു നമ്മുടെ ചെവിയായിട്ട് മുട്ടി നിൽക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ചെവിട്ടിൽ വേർപ്പ് വരുമ്പോൾ അതിങ്ങനെ ഇഴുകി വീഴുന്ന ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. കാരണം 12.4 mm വലിയൊരു ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബേസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നല്ല ബേസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, അതായത് 2000 രൂപ റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഏത് പാട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ വോളിയത്തിൽ ഇട്ടാൽ പോലും ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങൾ, പാട്ടിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു തരിതരിപ്പ് സൗണ്ട് വരുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. സൂപ്പറായിട്ട് നമുക്കിത് കേൾക്കാനായിട്ട് സാധിക്കും. ബേസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പിന്നെ ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദനിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു, കാരണം അത്രയും ലൗഡാണ് സൗണ്ട് വരുന്നത്. സോ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയത് ഒരു 70 to 80 അല്ലെങ്കിൽ ഒരു 60 to 70 ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന വോളിയാണ് വളരെ നൈസായിട്ട് എനിക്ക് തോന്നിയത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതേപോലെ നമുക്കിതിൽ 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സിനിമ ഒക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, പലപ്പോഴും ആ ഒരു സിനിമയിലാണല്ലോ കൂടുതൽ ആ ഒരു എഫക്റ്റ് കിട്ടുക, ബാക്കിൽ കൂടെ പോകുന്ന സൗണ്ടൊക്കെ, അതേപോലെയൊക്കെ നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആ ഒരു സ്പേഷ്യൽ ഓഡിയോ സെറ്റപ്പ് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ റിയൽമി ഡിവൈസ് പോലെ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ ബാക്കി സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ സെറ്റപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗെയിമിംഗ് മോഡ് കാണാനായിട്ട് സാധിക്കും. 50 ms ലോ ലേറ്റൻസി മോഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഗെയിമിങ് കളിക്കുന്ന സമയത്ത് ഈ ഒരു ലേറ്റൻസി മോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രമാത്രം ഇംപ്രസ്ഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇൻറ്റൻസ് ആയിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ലിപ്പ് സിങ്ക് ആവാത്ത പ്രശ്നം, അല്ലെങ്കിൽ സൗണ്ടും ആക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചെറിയ ഗെയിമാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻഡി ക്രഷ് സാഗ അല്ലെങ്കിൽ ടെമ്പിൾ റണ്ണ്, സബ്വേ സർഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ എഫക്റ്റ് വരില്ല. പക്ഷേ BGMI പോലുള്ള വലിയ ഗെയിമുകളിലോട്ട് വരുമ്പോൾ നല്ല രീതിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ TWSലും 2 മൈക്കുകൾ വീതം കൊടുത്തിട്ടുണ്ട്. അതായത് 4 മൈക്ക് ഈ ഒരു TWSൽ അവൈലബിൾ ആണ്. നമുക്ക് 30 dB വരെയുള്ള ANC ഇതിൽ പോസിബിൾ ആണ്. സോ ഒരുവിധം സൗണ്ടുകളെല്ലാം ഇതിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും കോള് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പുറമേ നിന്നുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിലോട്ട് എടുക്കുന്നില്ല. ANC നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പാട്ടൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു ANC മോഡ് കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് സൗണ്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റൂമിലൊക്കെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടൊക്കെ ഒരു 70% കട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. സോ അത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിങ്ങും സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഏതൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അടുത്ത് കൊണ്ടുപോയാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഏത് ഡിവൈസ് ആയിട്ടാണോ നമ്മൾ അവസാനമായിട്ട് നമ്മൾ കണക്ട് ചെയ്തത്, ആ ഡിവൈസുമായിട്ട് ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീകണക്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ വളരെ സ്മൂത്തായിട്ട്, അതായത് കണക്ടിവിറ്റിയുടെ സൈഡിൽ ബ്ലൂടൂത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ജിമ്മിൽ പോകുന്ന സമയത്തോ ഒക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ വയർപ്പ് കയറുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇതിൽ വരില്ല. 460 mAh ബാറ്ററിയാണ് ഈ ഒരു കേസിൽ കൊടുത്തിരിക്കുന്നത്. 43 mAh ബാറ്ററി ഇതാണ് ഈ ഓരോ ഇയർ പീസിൽ വരുന്നത്. ഇപ്പോൾ കോളാണ് നിങ്ങളുടെ പ്രധാന ആവശ്യം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മണിക്കൂറോളമൊക്കെ ANC മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഇയർ പീസിൽ നിന്ന് കിട്ടും. ഓക്കെ, കേസ് ഇല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് മാത്രമായിട്ട് കിട്ടും. ഇനി കേസ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറും. ഇനി പാട്ട് കേൾക്കുക, സിനിമ കാണുക, അത്തരത്തിലുള്ള പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 മണിക്കൂറോളം ANC മോഡ് ഓൺ ആണെങ്കിൽ കിട്ടും. 8-9 മണിക്കൂർ വരെ ANC മോഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട്. പിന്നെ അത്രയും ഹാർഡായിട്ട് അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ യൂസേജിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. പക്ഷെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഇത് തരുന്നുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ആണ് വരുന്നത്. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കാനും സാധിക്കും. അതേപോലെ തന്നെയാണ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ആൻസർ ചെയ്യാനും കോൾ റിജക്റ്റ് ചെയ്യാനും സാധിക്കും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ റിജക്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അങ്ങനത്തെ ടച്ച് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടച്ച് കൺട്രോൾ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. കാരണം അത്രയും ചെറുതാണ് ഈ ഓരോ ഇയർ പീസും, അതുകൊണ്ട് തന്നെ ഈ ഒരു ടച്ച് ഏരിയയും ചെറുതാണ്. സോ നമ്മളുടെ എന്താ പറയുക, ഹെൽമെറ്റിൻ്റെ ഉള്ളിലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ ഏരിയ കുറച്ചും കൂടിയും വിഡ്ത്തോ ലെങ്ത്തോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഓക്കെ ആയിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. പ്രൈസ് കൂടെ നോക്കുമ്പോൾ 2000 രൂപയ്ക്ക് മുകളിൽ വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ ഫീച്ചർ ഇതിൽ വേണ്ടതായിരുന്നു. അതൊരു വലിയ കുറവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ ഈ ഒരു ലോ ലേറ്റൻസി മോഡും അതും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. 2000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു നല്ല സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത്, അത് കോളാണെങ്കിലും സിനിമ കാണുന്ന സമയത്താണെങ്കിലും പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും അതുകൂടാതെ ഷോർട്സ് റീൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും വിത്ത് നല്ല സ്വീറ്റ് ബേസോട് കൂടിയിട്ടുള്ള നല്ല ബാസോട് കൂടിയിട്ടുള്ള സൗണ്ട് ആസ്വദിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് റിയൽമി T300 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ പതിവ് പോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിക്കാം. എല്ലാ കമൻസിനും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.